ശിവ ജ്യോതിശാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 വർഷം ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാം. ഈ വർഷം മുഴുവനും ശനി മീനൻ രാശിയിലും ജൂൺ 1 തീയതി വരെ വ്യാഴം മിഥുനം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഓരോ കൂറുകാർക്കും അല്ലെങ്കിൽ ഓരോ നക്ഷത്രക്കാർക്കും പുതുവർഷം നല്ലതാണോ അല്ലയോ എന്ന് വളരെ ലളിതമായി സംസാരിക്കുന്ന പങ്ക്തിയാണ് ഇത്. മേടക്കൂറിൽ ഉള്ള നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദക്കാർക്ക് പൊതുവെ മോശം കാലയളവാണ് ഇത്. ഇടവം കൂറുകാരായ കാർത്തികയുടെ അവസാനത്തെ 3 പാദവും രോഹിണി, മകയിരത്തിന്റെ ആദ്യത്തെ 2 പാദവും ഉള്ള ആളുകൾക്ക് വളരെ ഉത്തമമായ സമയമാണ് ഇത്. മിഥുനക്കൂറുകാരായ മകയിരത്തിന്റെ ആദ്യത്തെ പകുതി നക്ഷത്രക്കാർക്കും ആദ്യത്തെ 2 പാദക്കാർക്കും തിരുവാതിര, പുണർദത്തിന്റെ ആദ്യത്തെ 3 പാദക്കാർക്കും വളരെ മോശം കാലയളവാണിത്. കർക്കിടകം കൂറുകാരായ പുണർദത്തിന്റെ അവസാനത്തെ പാദക്കാർക്കും പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്കും വലിയ സാമ്പത്തിക ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിങ്ങം നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യ പാദം എന്നിവർക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ടെങ്കിലും വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാനിടയുണ്ട്. കന്നി നക്ഷത്രക്കാരായ ഉത്രത്തിന്റെ അവസാനത്തെ 3 പാദവും അത്തം, ചിത്തിരയുടെ ആദ്യത്തെ 2 പാദവും ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണിത്. തുലാം കൂറുകാരായ ചിത്തിരയുടെ അവസാനത്തെ 2 പാദവും ചോതി, വിശാഖത്തിന്റെ ആദ്യ 3 പാദക്കാർക്കും വളരെ നല്ല കാലയളവാണ് ഇത്. വൃശ്ചിക കൂറുകാരായ വിശാഖത്തിന്റെ അവസാന പാദക്കാർക്കും അനിഴം, കേട്ട എന്നീ നക്ഷത്രക്കാർക്കും സമയം വളരെ മോശമാണ്. ധനുക്കൂറുകാരായ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ പാദക്കാർക്ക് പല കാര്യങ്ങളും സാധിക്കുമെങ്കിലും ശാരീരിക സ്ഥിതി വളരെ മോശമായിരിക്കും. മകരം നക്ഷത്രക്കൂറുകാരായ ഉത്രാടത്തിന്റെ ആദ്യത്തെ 3 പാദക്കാർക്കും തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യത്തെ 2 പാദക്കാർക്കും സമയം മോശമാണ്. കുംഭം കൂറുകാരായ അവിട്ടത്തിന്റെ അവസാനത്തെ 2 പാദക്കാർക്കും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ 3 പാദക്കാർക്കും ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും പല കാര്യങ്ങളും സാധിക്കാൻ കഴിയുന്ന കാലയളവാണിത്. മീനക്കൂറുകാരായ പൂരുരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്കും വളരെ മോശം സമയമാണ് ഈ വർഷം.